നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ചിപ്സ്, അതായത് കായപ്പേരി, കായ വറുത്തത് ഉണ്ടാക്കാനാണ്. അപ്പൊ ഇതിനു മുൻപ് ഞാൻ നമ്മുടെ പഴം ചിപ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ കൊല്ലം നാട്ടിൽ പോയപ്പോ. അപ്പൊ ഈ ചിപ്സ് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ചിപ്സ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും നമ്മുടെ വിനാസ് കറികളിൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ആദ്യമായിട്ടിട്ട വീഡിയോ ഈ വർഷം എന്തായിരുന്നു, ചക്കപ്രഥമനാണ്. അപ്പൊ ഒരുപാട് പേര് ചിലപ്പോൾ ചക്കയൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ചക്കപ്രഥമന്റെ വീഡിയോ കാണാൻ മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചാൽ നമുക്ക് എങ്ങനെയാണ് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുള്ള നമ്മുടെ കേരളത്തിന്റെ തനതായ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കേണ്ടത് നല്ല കായയാണ്. പച്ചക്കായ, നേന്ത്രക്കായ എന്ന് പറയില്ലേ, നേന്ത്രക്കായാണ് ഇതിന് വേണ്ടത്. അല്ലാതെ റോബസ്റ്റ് ഒന്നും എടുത്ത് ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നല്ല വിളഞ്ഞ കായ നോക്കി എടുക്കണം കേട്ടോ. നല്ലൊരു ഡാർക്ക് പിങ്ക് കളർ ഉണ്ടായിരിക്കണം. വെളുത്തിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വിളഞ്ഞിട്ടില്ല എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം. ഇതിൽ ഞാൻ ഓൾറെഡി 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾ വെള്ളത്തിലാണ് നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഈ കായ ഇട്ട് കൊടുക്കേണ്ടത്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോ എന്തെങ്കിലും വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ പോകാനും മാത്രമല്ല ഈ നമ്മുടെ ചിപ്സിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറയുന്നത് കേട്ടോ. കുറച്ചൊരു 15 മിനിറ്റെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും. ഇനിയിപ്പോ ഇതിന്റെ തൊലി കളയണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കായയുടെ ഫ്രണ്ട് ബാക്ക് സൈഡും ഒന്ന് മുറിക്കാന് ശേഷം വരഞ്ഞു കൊടുക്കുക. ഒരുപാട് ഉള്ളിലോട്ട് വരഞ്ഞു കൊടുക്കരുത്, കാരണം അപ്പം മുറിഞ്ഞു പോകും. എന്നാലും അത്യാവശ്യം വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് തൊലി പൊളിച്ചെടുക്കണം. ഈ കടക്കാരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, അവർക്ക് ഭയങ്കര പരിചയമുള്ളത് കൊണ്ട് നല്ല രസമായിട്ട് നമുക്ക് കായയുടെ തൊലി പൊളിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പിന്നെ വീട്ടിൽ വല്ലപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും പൊളിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. നല്ല കായാണെങ്കിൽ ഇതുപോലെ നല്ല രസമായിട്ട് തൊലി പൊളിഞ്ഞു വരും. കായത്തൊലിയുടെ അംശങ്ങളൊന്നും നിൽക്കില്ല. കായത്തൊലി പയറിട്ട് വെക്കാത്തത്, കായത്തൊലി കളയണ്ട. ഇതുപോലെ നിങ്ങൾക്ക് എത്ര കായാണ് വറക്കേണ്ടത് അത്രയും കായയുടെ തൊലി ഇതുപോലെ ഒന്ന് കണ്ടില്ലേ. ഇതിൽ ഒരു കായയുടെ അംശങ്ങളും കായത്തൊലിയുടെ അംശങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് ഈ വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കാം. മുങ്ങി കിടക്കുന്ന അത്രയും വെള്ളം ഉണ്ടായിരിക്കണം, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതേപോലെ തന്നെ തൊലി കളയാം. ആ ഡിവിഷൻ ഇതിന്മേ തന്നെ കായൽ തന്നെ ഡിവിഷൻ ഇല്ല. ആ ഡിവിഷനിൽ കൂടെ തന്നെ ഒന്ന് കത്തി ഓടിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആഴത്തില് മുറിക്കരുത്, അപ്പൊ കായയുടെ ഭാഗം മുറിഞ്ഞു പോകും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്കെല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. പണ്ടൊക്കെ ഓണം വരുമ്പോ വല്ലാത്തൊരു ഉത്സവം പോലെയായിരുന്നു അല്ലെ, കായ വറക്കലും ശർക്കര വരട്ടി ഉപ്പേരി ഉണ്ടാക്കലും. ഇപ്പൊക്കെ ഓണം, ഈ പ്രത്യേകിച്ച് ഈ കൊറോണ സമയമായതുകൊണ്ട് ഓണം പേരിന് മാത്രം, നല്ല കുട്ടികളൊക്കെ ഉള്ള വീടായതുകൊണ്ട് നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്ത വർഷം അടിപൊളിയായിരിക്കും വിശ്വസിക്കാം. നാട്ടിലത്തെ ഓണം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യാ, പക്ഷെ നാട്ടിലെ ഓണം കൂടാനും ബർത്ത്ഡേ കൂടാനും ഒന്നും പറ്റിയില്ല. ചേച്ചി കുക്ക് ചെയ്യുന്നത് കാണുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട്. അത് തീർക്കാന്ന് വെച്ചാൽ നമ്മുടെ ജാൻചേട്ടനെ ക്യാമറമാനായിട്ട് അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്തു. ഞാനിന്ന് രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ക്യാമറ എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടപ്പാടുള്ള ജോലി. പിന്നെ ഇപ്പോഴും മനസ്സിലായതല്ലേ? പിന്നെ നമ്മുടെ ഇത് കായിക തൊലിയൊക്കെ കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ വന്നു കഴിഞ്ഞാൽ പോവാൻ വലിയ പാടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യാം. ഹാൻഡിൽ വിത്ത് കെയർ. അപ്പൊ ഇതാ നമ്മുടെ 7 നേന്ത്രക്കായയും ഞാനിവിടെ മഞ്ഞളും ഉപ്പും ചേർന്നിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 15 മിനിറ്റ് എങ്കിലും ഇതിൽ മുങ്ങി കിടക്കണം. ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉരച്ചെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ സ്റ്റീൽ സ്ക്രബാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് പുതിയതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നതാണ്, വേറെ ഒന്നിനും ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഇത് ശരിക്കും സാധാരണ രീതിയിൽ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചകിരി വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ ചകിരിക്ക് പകരമായിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് എന്താണുള്ളത് അതനുസരിച്ച് ചെയ്തോളൂ. അതെന്താണെന്ന് വെച്ചാൽ ഈ കറ പോലുള്ള ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് ഉരച്ച് കഴുകണം. എന്നാലാണ് ശരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ ചന്തം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അതാണ് എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒന്നും ആരും ചെയ്യാറില്ല എന്ന് തോന്നുന്നു. ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിന് വേണ്ടി മാത്രം ഒരെണ്ണം മാറ്റി വെച്ചോളൂ കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലെ എനിക്കായിരുന്നു ഈ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നത്. കായ വറക്കുമ്പോൾ എന്നോട് പറയും, ചകിരി എടുത്തിട്ട് വീണേ അതൊക്കെ ഒന്ന് ശരിയാക്കിക്കേന്ന് പറയും. അപ്പോൾ ആ ഓർമ്മകളിലോട്ടൊക്കെ ഞാൻ പോവാണ്. ഇപ്പോൾ ഉപ്പേരി വറക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടെത്തി നമ്മൾ. അതെല്ലാം ഉരച്ച് നന്നായിട്ട് ഉരച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓരോ കായേനെയും ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് മാറ്റി വെക്കണം.
ഒരു നല്ലൊരു ടവലെടുത്ത് മാറ്റി വെക്കുക അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. വെള്ളം ഉണ്ടാവാൻ പാടില്ല. മഞ്ഞൾ വെള്ളത്തിൽ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പൊ തിരക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ മാത്രം ഇട്ടിട്ട് ഇതേപോലെ ചെയ്താൽ മതിയാകും. അപ്പൊ ഞാൻ അവിടെ നേന്ത്രക്കായ നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ചൂടാക്കാൻ വെക്കാം. വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റും അതേപോലെ തന്നെ നല്ല വാസന ഉണ്ടാവും. അതേസമയം നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ KPL ശുദ്ധി കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. KPL ശുദ്ധി ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടില് എത്തിയൊരു ഫീലിംഗാണ്. അപ്പോൾ നിറയെ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടി ആണെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതേപോലെ നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിലും കുഴപ്പമില്ല. നാട്ടിലേക്ക് ആണെങ്കിൽ ഉരുളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉരുളിയിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങളുടെ അടുത്തുള്ളത് ആ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാനിവിടെ തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാവണം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കായ അരിഞ്ഞെടുക്കാം. സാധാരണ രീതിയിൽ ഇത് വറക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചൂടായ എണ്ണയിലോട്ട് കായ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഓൾറെഡി അരിഞ്ഞു വെച്ചതിന് ശേഷം ചൂടാവുന്ന സമയത്ത് അതിലോട്ട് ഒരുമിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം പുതിയ കുട്ടികൾക്കൊക്കെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അങ്ങനെ അരിഞ്ഞിടുന്ന സമയത്ത് എണ്ണയൊക്കെ തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ചാൻസ് ഞാൻ എടുക്കുന്നില്ല. ഞാൻ എങ്ങനെയാണ് അരിയാന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് വേണം നമ്മൾ ആദ്യം തന്നെ ഈ ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഞാനിവിടെ ഒരു സ്ലൈസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്ലൈസർ വെച്ചിട്ടാണ് ഞാൻ അരിയാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഒരു സ്ലൈസർ ഇല്ല എന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് അരിയാം കേട്ടോ. അപ്പൊ രണ്ട് തരത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ തിക്നെസ് ഞാൻ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് നോക്കട്ടെ. എന്നിട്ട് കറക്റ്റ് ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര തിക്നെസ് വേണമെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് തിക്കാവാൻ പാടില്ല കേട്ടോ. ഒരുപാട് തിക്കാവാതെ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇതെല്ലാം സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് ക്രിസ്പി ആവില്ല. അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ സ്ലൈസർ വെച്ചിട്ട് ഒരെണ്ണം കട്ട് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ ഒരു കത്തി വെച്ചിട്ടും നിങ്ങൾക്ക് മുറിച്ച് കാണിച്ചു തരാം. ഞാനിങ്ങനെ ഇത് അരിഞ്ഞ് വെക്കുകയാണ്. അതിനുശേഷം എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കടയിലൊക്കെ സാധാരണ രീതിയിൽ നേരെ ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലോട്ട് ഇതേപോലെ തന്നെ അവർ സ്ലൈസ് ചെയ്ത് ഇടുക ചെയ്യുക. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യണ്ട. ഇപ്പൊ കത്തിയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളെ വിരലങ്ങ് വെച്ച് കൊടുക്കുക. മുറിക്കാനല്ല കേട്ടോ, ഒരു അളവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ മുറിച്ചെടുക്കാം. എല്ലാം ഒരേ തിക്നെസ് ആവാന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം ഞാനിത് മുറിച്ചതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ പാത്രമാണെങ്കിൽ ഒരു നേന്ത്രക്കായ ഇട്ട് കൊടുത്താൽ മതിയാവും. വലിയ പാത്രമാണെങ്കിൽ 2 നേന്ത്രക്കായ വരെ നമുക്ക് അറ്റ് എ ടൈം വറുത്തെടുക്കാം. അപ്പൊ നിങ്ങളുടെ പാത്രത്തിന്റെ വലിപ്പം അനുസരിച്ച് അത് മാറ്റം വരുത്താണ് കേട്ടോ. അപ്പൊ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പരത്തി വെക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ആ എണ്ണയിൽ ഇട്ടിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഇതിൽ നിന്ന് വെടിയിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് വെള്ളം റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ട് ഞാനിപ്പോൾ ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതെടുത്ത് വെക്കുക. അതിലോട്ട് അത്യാവശ്യം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതായത് ഉപ്പിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ മിക്സ് ചെയ്തിട്ട് പിന്നെ മിക്സ് ആവാത്ത രീതിയിൽ വരില്ലേ, അത്രയും ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മാത്രമാണ് നമ്മുടെ ഉപ്പേരിയിലേക്ക് എണ്ണയിലോട്ട് ഒഴിക്കുള്ളൂ. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കണം. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉപ്പ് വെള്ളം തെളിക്കേണ്ട. ചിപ്സ് ഉണ്ടാക്കിയതിന് ശേഷം അവസാനം കുറച്ച് ഉപ്പൊന്ന് അതിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും. എൻ്റെ പഴം ചിപ്സിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്ത് നോക്കാം. മതിയാകും. കണ്ട ഉപ്പ് അലിയാണ്ട് കിടക്കുന്നുണ്ട. നല്ലോണം ഉപ്പുണ്ട്. ഇത്രയും 2 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ അറ്റ് എ ടൈം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഉപ്പേരി കഴിക്കാൻ പറ്റില്ല. അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി എണ്ണ ചൂടായെന്ന് നോക്കാം. അപ്പൊ ഇത് എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ഷൂ എന്നുള്ള സൗണ്ടൊക്കെ വരുന്നില്ലേ. അപ്പൊ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 നേന്ത്രക്കായ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കുക. സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി, മാറി നിന്നോളൂ. 2 കായ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇതിൽ ഇടുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പരസ്പരം ഒട്ടാതെ വിട്ട് കിട്ടും. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് മീഡിയത്തിലോട്ട് മാറ്റണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഭയങ്കരമായിട്ട് ഇത് കുടിക്കും നമ്മളെ ചിപ്സ്. ഇനി നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റാം. ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ലൊരു സൗണ്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ ചിപ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒട്ടിയൊന്നും പിടിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പതയൊക്കെ ഇങ്ങനെ മാറി വരും. അപ്പം അതിനർത്ഥം അത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഒരെണ്ണം പുറത്തേക്ക് എടുത്ത് നോക്കി ക്രിസ്പി ആയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം ഉപ്പുവെള്ളം തെളിച്ച് കൊടുക്കാം.
അപ്പൊ ഇതൊരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ക്രിസ്പി ആയിട്ടുണ്ട്. ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് നോക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എന്റെ സൗണ്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ നല്ല ക്രിസ്പി സൗണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റാം. 7 മിനിറ്റ് ആണ് എന്റെ സമയം കേട്ടോ. എനിക്ക് എടുത്ത സമയം 7 മിനിറ്റ് ആണ്. ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് തീ മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ കോരി എടുത്ത് മാറ്റി വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കുഴിയുള്ള പാത്രത്തിലാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിക്കില്ല, അങ്ങനെ ടെൻഷൻ വേണ്ട. അപ്പോൾ പുറത്തേക്ക് ഒട്ടും തന്നെ തെറിച്ചില്ല. ഞങ്ങളുടെ കുഴിയുള്ള പാത്രം എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അരിപ്പയിലോട്ട് കോരി മാറ്റി വെക്കാം കേട്ടോ. ക്രിസ്പി സൗണ്ട് കേട്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ എണ്ണ പിടിക്കില്ല നമ്മുടെ ഉപ്പേരിയിൽ. എല്ലാ കായ അരിഞ്ഞ് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ നമ്മുടെ ഉപ്പേരി ചൂടാറാൻ വേണ്ടി ഇങ്ങോട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഒട്ടും തന്നെ എണ്ണ ഇതിൽ പിടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നെ 1 ടീസ്പൂണാണ് ഞാൻ ആ ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബാച്ചിന്. കറക്റ്റ് ഉപ്പായിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ഉപ്പായിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം വറുത്തെടുക്കാം കേട്ടോ. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പിന്നെ വെള്ളം ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്, കാരണം കറക്റ്റ് ആയിട്ടുണ്ട്. മുകളിലേക്ക് പൊട്ടിത്തെറിക്കണമൊന്നുമില്ല, അങ്ങനെ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നല്ല കുഴിയുള്ള പാത്രത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം മതി. വേറെ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് വീട്ടിൽ നല്ല വെളിച്ചെണ്ണയിൽ വറുത്തിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇതൊരു മത്സരമല്ല, സൂപ്പറായിട്ട് 3 വീഡിയോയില് നല്ല ഫ്രഷ് ആയിട്ട് ചിപ്സ് വറുക്കുന്ന ഒരു കടയുണ്ട്. ആ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പോലെ ഉണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിർബന്ധമാണ്. കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ടി വരും, കാരണം അതിപ്പോ തന്നെ തീരും. വീണ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ കംപ്ലൈന്റ് ഉള്ള ആൾക്കാർക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന വീണ. അപ്പോ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പൊ വിനാസ് കറിവേലിനോടൊപ്പം നമ്മുടെ ഓണം ആഘോഷിക്കുക. നീ വായിലെച്ച ശരിയേ എന്താണ് കുറച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് ഈ ഉപ്പേരി എന്ന് പറഞ്ഞാൽ. ഉപ്പേരിയല്ല, ഏത് ചിപ്സാണ് എന്താ കാര്യങ്ങള് ഒരെണ്ണം തിന്നാ വേണ്ടി തിന്നോണ്ടേക്കും. കഷ്ടപ്പെട്ട് 8 കിലോമീറ്റർ നടന്ന് വെറുതെ അതിന് എന്തായാലും ഹാപ്പി ആണോ? ഹാപ്പി ആണോ?